പൊന്നാനി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MP അബ്ദുസ്സമദ് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുറ്റിപ്പുറത്ത് സ്നേഹ സദസ്സ് സംഘടിപ്പിച്ചു. ചടങ്ങ് UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയെ താഴെയിറക്കി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഈ പോരാട്ടത്തിൽ വിജയം കാണുമെന്നും UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ പറഞ്ഞു. MP അബ്ദുസ്സമദ് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുറ്റിപ്പുറത്ത് പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP അനുകൂല നിലപാടാണ് CPM സ്വീകരിച്ചു പോരുന്നത്. മുൻപ് കോൺഗ്രസിനെ തകർക്കാൻ ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കുമെന്ന് EMS പറഞ്ഞതാണ്. അതിലൂടെയൊക്കെയുള്ള പ്രവർത്തനത്തിലൂടെയാണ് രാജ്യത്ത് 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP ഇപ്പോൾ അധികാരത്തിലെത്തിയത്. അതിനാൽ ജനാധിപത്യ മതേതര വിശ്വാസികൾ CPM കാപഢ്യത്തിൽ വിശ്വസിക്കരുതെന്നും അജയ് മോഹൻ കൂട്ടിച്ചേർത്തു. പുണ്യ റമദാനിലെ കടമ്പകളെല്ലാം താണ്ടിയാണ് UDFന്റെ പ്രവർത്തനം നടന്നുപോരുന്നതെന്ന് MP അബ്ദുസ്സമദ് സമദാനി വ്യക്തമാക്കി. ആവേശപൂർവ്വമാണ് കോട്ടക്കൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് നോക്കിക്കാണുന്നതെന്നും തന്റെ മുൻകാല പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെന്നും അതിനാൽ ഇത്തവണയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു പ്രദേശത്തിലൊരു സംസ്കാരം എല്ലാത്തിനും കോട്ടയ്ക്കൽ വളരെ പ്രസിദ്ധമായ നാടാണ്. അവിടുത്തെ സംസ്കാരം ഇല്ല, അവസാന ഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. നമ്മൾ പ്രവർത്തനം വളരെ ഭംഗിയായി തുടർന്ന് പോണ്. വളരെ വർദ്ധിച്ച ആവേശത്തോടെ UDFന്റെ പ്രവർത്തകർ ഗോതയിലുണ്ട്, തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട്. നാട്ടുകാർക്കാണെങ്കിൽ അവരിൽ നിന്നുള്ള എന്തെന്നില്ലാത്ത സ്നേഹവും ഉണർവും ഞാനത് മുമ്പും അനുഭവിച്ചിട്ടുണ്ട്. ഈ കോട്ടക്കൽ മണ്ഡലത്തിൽ മത്സരിച്ച് നല്ലൊരു ഭൂരിപക്ഷത്തിന് ജനങ്ങൾ വിജയിപ്പിച്ച എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. അന്ന് എൻ്റെ ഭൂരിപക്ഷം കേരള സംസ്ഥാനത്തെ 3ാമത്തെ ഭൂരിപക്ഷമായിരുന്നു വോട്ടിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ. കോട്ടക്കൽ എന്നും അങ്ങനെയാണ്. കോട്ടക്കൽ എൻ്റെ നാടാണ്, പൊന്നാനി മുഴുവനും എൻ്റെ നാടാണ്. ആ നാട്ടുകാരുടെ സ്നേഹത്തിൻ്റെ ഒരു സ്പർശത്തിൽ ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പൗരപ്രമുഖരെ സ്മരിച്ചും പുതിയ സൗഹൃദം കൂട്ടിച്ചേർത്തും പഴയ സൗഹൃദങ്ങളെ പുതുക്കിയുമാണ് സമദാനിയുടെ സ്നേഹ സദസ്സ് നടന്നത്. കുറ്റിപ്പുറം, വളാഞ്ചേരി, ഇരുമ്പിളിയം, എടയൂർ പഞ്ചായത്തുകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നേഹ സദസ്സ് ഒരുക്കിയിരുന്നത്. കുറ്റിപ്പുറത്ത് നടന്ന സദസ്സിൽ പാറക്കൽ ബഷീർ അധ്യക്ഷത വഹിച്ചു. KK ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയായി. അതുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ മകളടക്കമുള്ള ആളുകളുടെ പേരിൽ എക്സാലോജിക്കിന്റെ പേരിൽ നടക്കുന്ന കേസുകൾ യാതൊരു തീരുമാനവും ഉണ്ടാക്കാതെ അതിപ്പെടുന്ന് അഴിഞ്ഞു നീങ്ങുന്നത്. സ്ഥാനാർത്ഥി MP അബ്ദുസ്സമദ് സമദാനി, അഷ്റഫ് കോക്കൂർ, V മധുസൂദനൻ നായർ, സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, ബഷീർ രണ്ടത്താണി, DCC സെക്രട്ടറി CK ഉമർ ഗുരുക്കൾ, KM ഗഫൂർ, സിദ്ദീഖ് പരപ്പാര, ലുക്മാൻ തങ്ങൾ, അഡ്വക്കേറ്റ് മുജീബ് കുളക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്, വളാഞ്ചേരി പട്ടാമ്പി റോഡ്, വലിയകുന്ന്. ഫോൺ 9447 0555575.